അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന വ മൗലാന മുഹമ്മദ്. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന അതിമഹത്തായ ദിക്റുകളിൽ ഓരോന്നിൻ്റെയും മഹത്വത്തെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഏഴാമതായി ഉൾപ്പെടുത്തിയ ദിക്ർ റബ്ബന ഗഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇത് 3 പ്രാവശ്യം ചൊല്ലാനാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവനിൽ നിന്ന് സംഭവിച്ചു പോയ അപാകതകൾ, തെറ്റുകൾ, അതിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി എനിക്കൊരു രക്ഷിതാവുണ്ട്, അവൻ എന്നെ ചോദ്യം ചെയ്യും, അവൻ്റെ മുന്നിൽ എല്ലാറ്റിൻ്റെയും കണക്ക് അവതരിപ്പിച്ച് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഒരു അടിമ സമ്മതിച്ചുകൊണ്ട് പറയുന്നതാണ് റബ്ബന ഗഫിർ ലനാ, ഞങ്ങളെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തുകൊണ്ട, വതുബ് അലൈന, ഞങ്ങളെ തൗബയെ പശ്ചാത്താപത്തിന് നീ സ്വീകരിക്ക്, ഇന്നക അൻത തവ്വാബുർ റഹീം, നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും വല്ലാതെ കാരുണ്യം ചെയ്യുന്നവനുമാണ്. ഈ ദിക്റിൽ പശ്ചാത്താപത്തിൻ്റെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രായോഗികമായ രൂപത്തിൽ ഇത് നമുക്ക് കാണിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്മാരെല്ലാവരും മഅ്സൂമീങ്ങളാണ്, പാപ സുരക്ഷിതരാണ്. നുബുവത്തിൻ്റെ മുമ്പും ശേഷവും അവരുടെ ചെറുപ്രായത്തിൽ പോലും തമാശയിൽ പോലും അവരിൽ നിന്ന് ഒരു തെറ്റുകളും കളവ് പറയൽ പോലത്ത തെറ്റുകൾ പോലും അവരിൽ നിന്ന് സംഭവിക്കുകയില്ല. എന്നാൽ ഈ പ്രവാചകന്മാരുടെ നേതാവായ സയ്യിദുൽ അംബിയ ആയ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് സ്വഹാബത്തൊക്കെ പറയുന്നത് കാന യുഅദ്ദു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മജ്ലിസിൽ വാഹിദി ഖബ്ല അൻ യഖൂമ മിഅത്തു മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മജ്ലിസിൽ ഇരുന്ന് അതിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 100 പ്രാവശ്യം അള്ളാഹിൻ്റെ റസൂൽ ചൊല്ലുന്നതായി എണ്ണപ്പെടാറുണ്ടായിരുന്നു. എന്ത് ചൊല്ലി? റബ്ബി ഗഫിർ ലീ വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. ഈ ദിക്റാണ് ഹദ്ദാദിൽ നമ്മൾ ചൊല്ലുന്നത്. ഒരു തെറ്റുപോലും ചെയ്യാത്ത പാപ സുരക്ഷിതരുടെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് 100 പ്രാവശ്യം ചൊല്ലുന്നത് നമ്മെ പഠിപ്പിക്കാനും വേണ്ടിയാണ്. ഇതിൻ്റെ ഗൗരവവും പ്രാധാന്യവും നമ്മെ ബോധ്യപ്പെടുത്തി തരാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചൊല്ലാറുണ്ടായിരുന്നത്. മാത്രമല്ല, ഇസ്തിഗ്ഫാർ എന്നത്, പൊറുക്കലിനെ തേടുക എന്നത് എല്ലാ വിഷയങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരമാണ്. അത് ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും എല്ലാറ്റിനും അതിലൂടെ പരിഹാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസ് കാണാം. മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ, ഒരാൾ പാപമോചനത്തിൻ്റെ വചനങ്ങളെ അധികരിപ്പിച്ചു, ഇസ്തിഗ്ഫാറിനെ ഒരാൾ പെരുപ്പിച്ചു, എന്നാൽ അല്ലാഹു തആല അവൻ്റെ വിഷമങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന് അവന് പരിഹാരം നൽകും. ഇടുക്കത്തിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന്, വിഷമകരമായ അവസ്ഥകളിൽ നിന്നൊക്കെ അള്ളാഹു അവന് മോചനം നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത ഭാഗത്തിലൂടെ, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ, പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ അവന് ആവശ്യമായതെല്ലാം അള്ളാഹു നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇസ്തിഗ്ഫാറിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ഒരു വചനമാണ് ഹദ്ദാദ് റാത്തീബിലൂടെ എല്ലാ ദിവസവും
3 പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരടിമ തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുക എന്നത്, തെറ്റ് ഏറ്റുപറഞ്ഞ് സമ്മതിച്ച് എനിക്കൊരു റബ്ബുണ്ടെന്ന ബോധം ഉണ്ടാവുക എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഹദീസിൽ തന്നെ കാണാൻ കഴിയും, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു. അദ്ദേഹം ഒരു സ്ഥലത്തെത്തിയപ്പോൾ വിശ്രമത്തിനും വേണ്ടി ഇറങ്ങുകയാണ്. വിശ്രമത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒട്ടകം ഓടിപ്പോവുകയാണ്. ഈ മനുഷ്യന് ആവശ്യമായതെല്ലാം ഈ ഒട്ടകപ്പുറത്താണുള്ളത്. ഭക്ഷണം ഒട്ടകപ്പുറത്താണ്, കുടിക്കാനുള്ള വെള്ളം ഒട്ടകപ്പുറത്താണ്, യാത്രയിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും വസ്തുക്കളും ഈ ഒട്ടകപ്പുറത്താണുള്ളത്, ക്യാഷ് നാണയങ്ങൾ ഒട്ടകപ്പുറത്താണുള്ളത്. ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഒട്ടകം സ്ഥലം വിട്ടു. ഇയാളിങ്ങനെ ക്ഷീണത്തിൽ നിന്ന് ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പം ഒട്ടകത്തിനെ കാണുന്നില്ല, ആവശ്യമായ വസ്തുക്കളൊന്നും കാണുന്നില്ല, ഒരാളെയും ഇയാൾക്ക് സഹായത്തിനായി കാണുന്നില്ല. ഒറ്റപ്പെട്ട് ഏകാന്തനായി മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾക്കതാ വീണ്ടും ക്ഷീണം വരികയാണ്. അദ്ദേഹം വീണ്ടും വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശ്രമത്തിൽ നിന്ന് ഉണർന്ന് നോക്കുമ്പം സുബ്ഹാനല്ലാഹ്, ഒട്ടകം ഇയാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇയാളുടെ ഭക്ഷണം, ഇയാളുടെ വെള്ളം, നാണയങ്ങൾ, വസ്ത്രങ്ങൾ, ആവശ്യമായതൊക്കെ ഒട്ടകപ്പുറത്തുണ്ട്. ഒരു ജീവാജന്തു സഹായത്തിനില്ലാത്ത മരുഭൂമിയിൽ ഏകാന്തതയിൽ എന്തു ചെയ്യും മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ്റെ മുന്നിൽ ഈ ഒട്ടകവും ഈ സാധന സാമഗ്രികളെല്ലാം കാണുന്ന സമയത്ത് എത്രത്തോളം മനസ്സിൽ സന്തോഷമുണ്ടാകുമോ, എത്രത്തോളം മനസ്സ് ആനന്ദം ഉണ്ടാകുമോ. അള്ളാഹിൻ്റെ റസൂല് പറയുന്നത് അതിനേക്കാളും സന്തോഷമുണ്ട് അള്ളാഹുവിനെ ഒരടിമ തൗബ ചെയ്യുക എന്നത്. ഈ മനുഷ്യൻ സന്തോഷത്തിൽ മതിമറന്നുകൊണ്ട് പറഞ്ഞുപോയി, സംസാരത്തിൽ ലെവല് തെറ്റി പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, അള്ളാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിൻ്റെ റബ്ബുമാണ്. പറയാൻ പാടില്ലാത്തൊരു വചനമാണത്. ഇയാൾ സന്തോഷത്തിൽ മതിമറന്നിട്ട് ഒട്ടകത്തിനെയും മറ്റു വസ്തുക്കളൊക്കെ കിട്ടിയ ആ സന്തോഷത്തിൽ മതിമറന്നിട്ട് ഇങ്ങനെ വാക്കിൽ ഇയാൾക്ക് ലെവല് തെറ്റിപ്പോയി. അതിന് മാത്രം വലിയ സന്തോഷം ഈ മനുഷ്യനുണ്ടായി. എന്നാൽ അതിലേറെ സന്തോഷമാണ് ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നത്, പശ്ചാത്തപിച്ച് മടങ്ങുക എന്നത്, തെറ്റിൽ നിന്ന് ഖേദം പ്രകടിപ്പിക്കുക എന്നത്. അതിൻ്റെ പരിശുദ്ധമായ ഒരു വചനമാണ് റബ്ബന ഉഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇതാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിൽ 7-ാമതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഈ ദിക്റുകളുടെയൊക്കെ മഹത്വങ്ങളും പ്രാധാന്യങ്ങളും അറിയുമ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ എത്ര വലിയ സേവനമാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്, എത്ര വലിയ ഒരു നന്മയിലേക്കാണ് നമ്മെ എത്തിച്ചത്. അല്ലാഹു തആല മഹാനവറുകളുടെ ദറജന ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഇൽമിൻ്റെയും ഇബാദത്തിൻ്റെയും ഇഖ്ലാസിൻ്റെയും തഖ്വയുടെയും ഒക്കെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.